ആത്മഹത്യാ പ്രേരണ കേസിൽ IC ബാലകൃഷ്ണൻ MLA അറസ്റ്റിൽ. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. നേരത്തെ തന്നെ വയനാട് ജില്ലാ സെഷൻസ് കോടതി കോൺഗ്രസ് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. രതീഷ് വാസുദേവനോട് വിശദാംശങ്ങളുമായി. രതീഷ്, നേരത്തെ തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കും എന്നുള്ളത് തന്നെയായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന വിവരം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അതിന് തീർച്ചയായും ഇതൊരു സാങ്കേതിക നടപടി മാത്രമാണ്. വയനാട് ജില്ലാ സെഷൻസ് കോടതി ഇവർക്ക് മൂവർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ കസ്റ്റഡി ബെയിലിലാണ് ഈ പോലീസിന് ഈ തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന് സെഷൻസ് കോടതി പറഞ്ഞിരുന്നത്. അതുപ്രകാരം 3 ദിവസം 3 നേതാക്കളും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. ഇന്ന് അവസാനവട്ടം ആദ്യം ND അപ്പച്ചനും KK ഗോപിനാഥും ഹാജരായി. ഈ 3 ദിവസം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിരുന്നു IC ബാലകൃഷ്ണൻ MLA ഹാജരായത്. പുത്തൂർവയലിലെ AR ക്യാമ്പിലായിരുന്നു IC ബാലകൃഷ്ണൻ MLAയെ പ്രത്യേക അന്വേഷണ സംഘം തലവൻ DYSP മുഹമ്മദ് ഷരീഫ് ചോദ്യം ചെയ്തത്. എന്നാൽ ചോദ്യം ചെയ്യലിനൊടുവിൽ സ്വാഭാവികമായിട്ടും പരിശോധന ഉണ്ടായി. കേണിച്ചിറയിലെ അദ്ദേഹത്തിന്റെ വീടും MLA ഓഫീസിൽ ഉൾപ്പെടെ ചില രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല, രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് പോലീസും അന്വേഷണ സംഘവും പറയുന്നത്. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തൽ ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്, കാരണം മുൻകൂർ ജാമ്യം നൽകിയ സ്ഥിതിക്ക്. പക്ഷേ ഈ ഘട്ടത്തിൽ തന്നെയാണ് KPCC ഉപസമിതിയുടെ റിപ്പോർട്ട് പുറത്തുവരുന്നത്. നേതാക്കളെ വെള്ളപൂശിക്കൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് പുറത്തുവന്നത് എന്നത് വരും ദിവസങ്ങളിൽ വലിയ വിവാദമാകാൻ സാധ്യതയുണ്ട്. കാരണം വലിയ പങ്കിന്റെ വലിയ സൂചനകൾ പലയിടത്തും NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പിൽ ഉൾപ്പെടെ, അങ്ങനെ കരുതുന്ന കുറിപ്പിൽ ഉൾപ്പെടെയുള്ള സാഹചര്യത്തിലും ഉപസമിതി ഇതിനെ കാര്യമായ ഗൗരവത്തോടെ എടുക്കുന്നില്ല. ആദ്യഘട്ടത്തിലെ അതേ നിലപാട്, ഈ രേഖകൾ ഉൾപ്പെടെ ഈ കത്ത് ഉൾപ്പെടെ വ്യാജമാണ്, അല്ലെങ്കിൽ അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന അതേ രാഷ്ട്രീയ നിലപാടിൽ തന്നെയാണ് ഉപസമിതി നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. എന്തായാലും വലിയ വിവാദം, വലിയ രാഷ്ട്രീയ പ്രതിഷേധത്തിന് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ അതേ നിലപാടിൽ ഈ കത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഉപസമിതി ഇത്തരത്തിൽ ഈ നേതാക്കളെ വെള്ളപൂശുന്ന ഒരു നിലപാടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഉപസമിതി നേതാക്കൾക്ക് ഇതിൽ നേരിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയുകയും മറ്റ് കുടുംബത്തോടൊപ്പമാണ് എന്ന വാചകം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുള്ളത്. ആതിര, NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ IC ബാലകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു എന്നുള്ളതാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ.